ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ വഴിവെക്കുമെന്ന പ്രതീക്ഷയിൽ ലോകം. ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷക്കിയാനും ഫോണിൽ ചർച്ച നടത്തിയിരുന്നു. ആണവായുധം നിർമ്മിക്കില്ലെന്നും ചർച്ചകൾക്ക് തയ്യാറെന്നും പ്രധാനമന്ത്രിക്ക് ഇറാൻ പ്രസിഡന്റ് ഉറപ്പ് നൽകി. അതിനിടെ ഹോർമുസിൽ സുരക്ഷ ഉറപ്പാക്കാൻ തയ്യാറാണ് എന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷനിലെ ഇറാന്റെ പ്രതിനിധി അറിയിച്ചു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ഇറാൻ സംഘർഷം തുടങ്ങിവെക്കില്ലെന്നും ആണവായുധം നിർമ്മിക്കില്ലെന്നും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രധാനമന്ത്രിക്ക് ഉറപ്പു നൽകി. നേരത്തെ സ്വീകരിച്ച ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന നിലപാടും ഇറാൻ മയപ്പെടുത്തി. യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ലോക നേതാക്കളുമായി തുടർ ചർച്ചയ്ക്ക് തയ്യാറെന്നും പ്രധാനമന്ത്രിയെ ഇറാൻ പ്രസിഡന്റ് അറിയിച്ചു. സമാധാനം ഉറപ്പാക്കുന്നതിന് കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശവും ഇറാൻ പ്രസിഡന്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഹോർമൂസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കണമെന്ന നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി ഇറാൻ പ്രസിഡന്റിനെ അറിയിച്ചു. ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായ ഇടപെടൽ ഇന്ന് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തു. ഗൾഫ് മേഖലയിലെ സമുദ്രഗതാഗതം ഉറപ്പാക്കുന്നതിന് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറെന്ന് ഇറാൻ പ്രതിനിധി അലി മുസാവി അറിയിച്ചു. ഇറാനും അമേരിക്കയും ഇസ്രയേലുമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഭാരതം. അതുകൊണ്ടുതന്നെ 3 രാജ്യങ്ങളെയും പൊതു ചർച്ചാവേദിയിലെത്തിക്കാൻ ഭാരതത്തിന്റെ ഇടപെടൽ സാധ്യമാകും. ഈ പ്രതീക്ഷയുടെ ഭാഗമായാണ് ഇറാൻ പ്രസിഡന്റ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുമായി ടെലിഫോണിൽ സംസാരിച്ചത്. ന്യൂസ് ഡെസ്ക് ജനം.